ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഫിഷിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മൾ കുറേ ദിവസമായി പോകണമെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ പോകുന്ന വഴി കാണാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചൂണ്ട, പിന്നെ ട്രൈപ്പോഡ്, കൊട, മഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് തരാൻ വേറെ ആരില്ല. നമ്മൾ ട്രൈപ്പോഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗിലേക്ക് ചൂണ്ട കാലൊക്കെ ഇടുകയാണ്. ട്രൈപ്പോഡ്, കൊട എടുത്തിട്ടുണ്ട്, പിന്നെ മണ്ണീര. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. നല്ല മഴയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് തോട്ടിലേക്ക്. അപ്പോൾ നമ്മൾ 2 ആളെ പോകുന്നില്ലൂ ഗായ്സ്. ഒരു തോട്ടത്തിലാണ് ഞാൻ പോകുന്നത്. ഫുള്ള് തോട്ടാണ്. നല്ല ഇടി മിന്നലെല്ലാം ഉണ്ട്. തോട്ടത്തിൽ പോകുമ്പോൾ നോക്കിയിട്ട് വേണം പോകാൻ. പാമ്പിൻ്റെ ശല്യം ഉണ്ടാവും. ഇതാ കാട് ഗൈസ്, ഫുള്ള് കാടാണ് ഗൈസ്. പാമ്പുണ്ടേ അറിയില്ല. നല്ല പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വട്ടം നമുക്ക് ചോദിച്ചു നോക്കാൻ വരുന്നുണ്ടാകും ഗൈസ്. അപ്പോൾ അവർ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പോകുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇടുന്ന ഒറ്റയ്ക്കയില്ല ഞാൻ. അപ്പോൾ താഴ്ന്നൊരവട്ടം വരുന്നുണ്ട്. പോരാൻ കൂട്ടി നമുക്ക് നേരെ പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഇതാണ് നമ്മൾ തോട്ടിലേക്ക് പോകുന്ന വഴി. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് തോട്ടിലേക്ക് ഗൈസ്. അത് ക്യാമറ ഓണാക്കിയാൽ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് നല്ല ഇടി മിന്നലുണ്ട്. അപ്പോൾ ആദ്യത്തെ ബ്ലോഗാണ്. അപ്പോൾ തോട്ടിലേക്ക് പോയി നോക്കാം. നമ്മളൊക്കെ ഒരാളും കൂടി ഉണ്ട്. വേറെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് അടുത്തും കുറച്ച് മണ്ണീരം കളിച്ചിട്ട് നമ്മൾ നേരെ പോവാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു. ഞങ്ങൾ പഴയ ഫോണിൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണിര മാന്തണം. അത് വാങ്ങിയിട്ട് നമുക്ക് നേരെ പോവാം. നമ്മൾ മണ്ണിര മാന്ത ഈ ഒരു ഭാഗത്ത് നമുക്ക് മാന്തി വെക്കാം. ഫോണിൽ ക്ലിയർ ഉണ്ടോ അറിയില്ല. നമുക്ക് കുറച്ച് മണ്ണിര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തോട്ടിൽ നിന്ന് അവിടെ നിന്ന് മാന്താം ഗൈസ്. അപ്പോൾ ചൂണ്ട കറങ്ങൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി പോവാം. അടുത്ത മഴ പിടിച്ചിട്ടുണ്ട്. നമ്മൾ 6 മണി തോട്ടിലിരിക്കുന്നുള്ളൂ. 6 മണി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരും. നമുക്ക് 6 മണി സമയമുണ്ട്. എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. നമ്മളിതാ മീൻ പിടിക്കാൻ പോകാനായി. ഇതാണ് പോകുന്നത്. കുറച്ച് അങ്ങോട്ടത്തിൽ നമുക്ക് കാണിച്ചു തരാം. ഇടാ നമ്മളെ മറ്റേ ഫോണിൽ ചാർജ് തീർന്നിട്ടുണ്ട്. നമ്മൾ ആ ഫോൺ എടുത്തിട്ടാണ്, പഴയ ഫോൺ എടുത്തിട്ടാണ് പോകുന്നത്. നമ്മൾ സ്ഥിരം പോകുന്ന ഒരു വഴിയാണ്. വലിയ മീനിനെ ലക്ഷ്യമാക്കിയാണ് നമുക്ക് പോകുന്നത്. ചെറിയ മീനൊന്നും വേണ്ട. നമ്മൾ തോട്ടിൻ്റെ അടുത്തേക്ക് എത്താനായി. കുമൽ നോക്കുന്നുണ്ട്. കുമൽ കിട്ടിയെങ്കിൽ ഭാഗ്യത്തിന് കിട്ടിയാലായി. നമ്മുടെ ചെറിയ തോട്, മീ തോട്ടിലേക്കല്ല, കുറച്ച് വലിയ തോട്ടിലേക്കാണ് പോകുന്നത്. ഇടിയൊക്കെ കിട്ടുന്നുണ്ട്. അത്ര വലിയ കലക്കമുള്ളൊന്നുമില്ല. വെള്ളം ചൂണ്ടിടാൻ ഇല്ല, വെള്ളമുണ്ട്. മീൻ കിട്ടിയാൽ നമ്മൾ കാണിച്ചു തരാം. ഫുള്ള് കാടാണ് ഗൈസ്. കാട് എന്നുള്ളത് പറഞ്ഞല്ലേ. കുറച്ച് മീറ്റ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്.
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 3 ആളാണ് പോകുന്നത്. അപ്പോൾ ഒരാൾ പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് 2 ആളാണ് ഗൈസ് പോകുന്നത്. 3 ആൾ പോയാൽ 3 നിൽക്കുന്നതാവും. അതുകൊണ്ട് നമ്മൾ 2 ആൾ പോകുന്നത്. 2 പിള്ളേരുണ്ട് ഗൈസ്. നമ്മളൊക്കെ ആടയില്ലേ വരുമ്പോൾ ഒരു 6 മണിയാവും. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു. അതെയാ, ഇവിടെ അന്ന് വന്നതിലു ഇതാണ് വെള്ളച്ചാട്ടം. അപ്പോൾ വെള്ളം കുറവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മേളിലൊക്കെ പോകേണ്ടി വരും. ഇപ്പോൾ ചക്ക ചീഞ്ഞിട്ടുണ്ട്. വെള്ളം കുറവാണ് ഗൈസ്. കുറച്ചും കൂടി മീറ്ററോട്ട് പോവാം. സ്പോട്ടിലൊക്കെ തേസ് ഫുള്ളും മല കാടാണ് ഗൈസ്. കാട് എന്നല്ല പറഞ്ഞല്ലേ. സ്പോട്ടിലൊക്കെ എത്തുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഇട്ട് വെക്കാം. നമുക്ക് നേരെ താഴോട്ട് പോവാം ഗൈസ്. നമ്മൾ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫസ്റ്റ് മീൻ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയമായി മീൻ കൊത്തുന്നൊന്നുമില്ല. നോക്കി നോക്കാം. ഗൈസ് അപ്പോൾ നമുക്ക് ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് ഒരു 2 മീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ കൊത്തൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് നമ്മൾ നേരെ താഴോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് സമയത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ക്യാമറ ഓഫാക്കിയാകുമ്പോൾ ഒരു കൊത്തുണ്ടായി. നോക്കിയാൽ നമുക്ക് കിട്ടുമോന്നില്ല. ചേട്ടനൊരു മീൻ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് പോകാനാകുമ്പോൾ ഗൈസ് കിട്ടിയത്. ഗൈസ് അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഒരു മീൻ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി ഇരുന്ന് നോക്കാം. എന്നിട്ടും പോവാം. കുറേ ഇട്ടായി. നമുക്ക് ടോട്ടൽ 3 മീനും ഒരു ഞണ്ടും കിട്ടിയിട്ടുണ്ട്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 2 ചൂണ്ട താഴെയുണ്ട്. ഗൈസ് നമുക്ക് വേഗം എടുക്കാം. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ സമയം ഇരിക്കാൻ കഴിയാം. അപ്പോൾ ഗൈസ് നമ്മളിത് മതിയാക്കിയിട്ടുണ്ട്. രാത്രിയായി 6:45 ഗൈസ്. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ടോർച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഫോണിലെ പ്രവേശത്തിലാണ് പോകുന്നത്. നല്ല മഴയാണ്. ഇങ്ങനത്തെ പാലത്തിലൂടെയാണ് പോകേണ്ടത്. കണ്ണ് കാണാതെ കഴിച്ച് പോകുന്നത്. ഇതാ അടുക്കാലം പറക്കുന്നുണ്ട് തോട്ടത്തുനിന്ന്. ഇതൊക്കെയാണ് ഗൈസ് നമ്മളെ മീൻപിടുത്തത്തിൻ്റെ ഒരു അവസ്ഥ. ഗൈസ് അപ്പോൾ നമ്മളൊക്കെ 2 പിള്ളേർ വന്നിട്ടുണ്ടായി. അവർ നേരത്തെ പോയി. നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മൾ കാണാം. വീട്ടിലെത്തി നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരാളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വല്യമ്മ പണി മതിയാക്കിയിട്ട് വന്നു. അപ്പോൾ വല്യമ്മനോടും കുറച്ച് സമയം വേണ്ടിയിരുന്നു. എന്തായി പറയും. അപ്പോൾ ഇത്രയും വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ അവരെ അവിടെ വീട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ് നല്ല മഴയാണ് ഗൈസ്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് കുളിക്കണം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേണമെങ്കിൽ ഇനി പറയണം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.